മാനുഫാക്ചറിങ് ഇഷ്യൂസ് ആവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ നമുക്കുണ്ട്, അത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നത്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗട്ടറിൽ ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഡെയിലി വ്ളോഗ് കേട്ടോ. കാര്യമായിട്ട് ട്രിപ്പും കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ഒരു ഓഫീസ് യാത്ര ഡെയിലി വ്ളോഗ്. വണ്ടി എടുത്തതിന് ശേഷം ഓരോ സമയവും വണ്ടിയെ കാണുന്ന സമയത്ത്, ഹിമാലയനെ കാണുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കാൻ തോന്നുകയാണ്. അങ്ങനെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. വണ്ടി കയറുന്ന സമയത്ത് ഗേറ്റ് തുറന്നിട്ടില്ല. കാരണം എന്താ അറിയോ, വേറെ സംബന്ധിച്ചാൽ സാധാരണ പണ്ട് ഹോണ്ട ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഉന്തി കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കായിരുന്നു. ഇപ്പോൾ ഉന്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ പണി തീരും. പിന്നെ വേറെ സംഭവമുണ്ട്, ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ മേലെ ചവിട്ടി കയറുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സുഖം. ഒരു കുതിരപ്പുറത്തൊക്കെ കയറുന്നത്, നമ്മൾ കുതിരപ്പുറത്ത് കയറിയിട്ടല്ല, പക്ഷെ എന്നാലും ഒരു കുതിരപ്പുറത്ത് കയറുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് വരും. ഞാൻ ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ചാടി കയറും. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇവൻ ആരടപ്പം ഭയങ്കര പുളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ഷോഫൊക്കെ കാണിച്ച് നടക്കുന്ന ആളാണ് നമ്മൾ ചവിട്ടി കയറുന്നുള്ളത്. സത്യം പറയാനുള്ള സുഹൃത്തുക്കളെ, ഈ വണ്ടി നമ്മൾ സ്റ്റാൻഡിൽ ഇട്ടിട്ട് കൈകൊണ്ട് പിടിച്ച് താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ സീരിയസ്ലി ഒന്നുകിൽ അങ്ങോട്ടും അറിയും, അല്ലാന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ പരിപ്പാകും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇതിൻ്റെ മൊബൈൽ മൗണ്ട് ഞാൻ പഴയ ഹോണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വെച്ചാണ് കേട്ടോ. ഏകദേശം 1750 രൂപയാണ് എനിക്ക് തോന്നുന്നുണ്ട്. ചാർജിങ് ഫെസിലിറ്റി ഉള്ള JB റേസിങ്ങിൻ്റെ മൊബൈൽ മൗണ്ടാണ്. 2.5 വർഷമായി വാങ്ങിയിട്ട് ഇതുവരെ യാതൊരു ഇഷ്യൂ ഇല്ല. ടച്ച് വുഡ്, ദൈവം സഹായിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഓഫീസിലേക്കാണ് പോകുന്നത്. ആസ് യൂഷ്വൽ. ഡിഫറൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വണ്ടി ഹിമാലയൻ രണ്ടും കൂടി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾക്ക് ഓടിക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ ത്രോട്ടിൽ കൊടുക്കണം, അപ്പോൾ അതിൻ്റെ ഒരു പവർ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ നിർത്തിയിട്ട് സാധാരണ കണ്ടീഷൻ നമ്മൾ ഗ്ലൗസ് ഇടാറുണ്ട്. ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഗോപ്രോൻ്റെ ചെസ്റ്റ് മൗണ്ട്, ചെസ്റ്റി എന്ന് പറയും. ഈ ചെസ്റ്റിൽ ഗോപ്രോ മൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ നല്ല രീതിയിലുള്ള ഫീൽഡ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂ കിട്ടും. ഒന്നുകൂടി കാണുന്ന സമയത്ത് ഹാൻഡിലും ടാങ്കൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഗ്ലൗസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഡെയിലി ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് എന്തിനാണ് ഈ റൈഡിങ് ഗ്ലൗസ് ഇടുന്നത്. എനിക്ക് ഈ കൈയിന്, വലത് കൈയിന് ഈ ചെറുവിരലിൻ്റെ താഴെ, അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോർഷനിൽ ഭയങ്കര പെയിനാണ്. അതെന്താ റീസൺ എന്നറിയില്ല, ഞാൻ കാര്യം ഡോക്ടറെ കാണിച്ചിട്ടില്ല. നമ്മൾ എഴുതുന്ന സമയത്തും എനിക്ക് ആ ഒരു വേദന ഉണ്ട്. അതുപോലെ ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അപ്പോൾ ഈ പിടിക്കുന്ന സമയത്തൊരു വേദന ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു ഗ്ലൗസ് ഇടുന്ന സമയത്ത് ആ ഒരു വേദന പോവും. ആ ഒരൊറ്റ റീസണാണ് കേട്ടോ. ഫുള്ള് ഫിംഗേഴ്സൊക്കെ കവർ ചെയ്യുന്ന ഗ്ലൗസ് ഉണ്ട്, പക്ഷേ നമുക്ക് ഈ മൊബൈലൊക്കെ അഥവാ ഓപ്പറേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വീണ്ടും ഗ്ലൗസ് വരണം. അതിന് ഫെസിലിറ്റിയുള്ള ഗ്ലൗസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ മഴ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഫിംഗർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടില്ല നമുക്ക്. അപ്പോൾ നമ്മൾ നേരെ അങ്ങനെ ഓഫീസിലേക്ക് പോകാൻ പോകുന്നു. പ്രത്യേകം പറയണം, ഈ ഒരു ഫീൽഡ് ഓഫ് വ്യൂ ഒരു രക്ഷയില്ല. ഇതെന്ന് വെച്ചാൽ ഹിമാലയൻ്റെ ഇനീഷ്യൽ ലിഫ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ അറിയാതെ ഓഫ് ചെയ്ത് പോയി. പിന്നെ ഞാൻ ആദ്യമൊക്കെ ഹോണ്ടുള്ള സമയത്ത് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ വഴി പോകുമ്പോൾ ഇവിടെയൊക്കെ ശരിക്കും വണ്ടി സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ ഹോണ്ടനെ കുറ്റം പറയല്ല കേട്ടോ, ഒരിക്കലല്ല. ഹോണ്ട നല്ല അടിപൊളി വണ്ടിയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഹോണ്ട CB350RS സൂപ്പർ വണ്ടിയാണ്. പിന്നെ ഏതൊരു സാധനമാണെങ്കിലും മനുഷ്യരാണെങ്കിലും ലോകത്ത് എന്തിനും ഒരു നെഗറ്റീവ് കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഗതി പറഞ്ഞ സമയം നെഗറ്റീവ് അല്ല, അത് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു വണ്ടിയല്ല. എന്നുവെച്ചാൽ ഇതുപോലുള്ള ഭയങ്കര ടഫ് ടെറൈനൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ള ഒരു വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷോക്ക് അബ്സോർബർ പറഞ്ഞാൽ അതിൻ്റെതായ ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേ വന്നിട്ടുള്ള ഒരു ഇലക്ട്രിക് ബൈക്കിൻ്റെ ഷോപ്പാണ് കേട്ടോ. ഒരു ഇവിടെ നിന്ന് കയറി ഇവിടെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. സൈക്കിളുണ്ട്, ഇലക്ട്രിക് മോട്ടോർ ബൈക്ക് ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മഴ കഴിഞ്ഞതിന് ശേഷം ബൈപ്പാസിൻ്റെ കണ്ടീഷൻ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇനി വിഷയമല്ല, നമുക്കിനി കുഴികൾ പ്രശ്നമല്ല. അഹങ്കാരം ഇതായിട്ട് പറയല്ല കേട്ടോ, ഹിമാലയൻ്റെ ഒരു ക്വാളിറ്റി പറയുകയാണ്. ഹിമാലയൻ വണ്ടി ഓടിക്കുന്നവർക്കറിയാം വണ്ടിക്ക് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ 1-2 കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അതായത് ഞാനിപ്പോൾ ഏകദേശം 300 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഇത്രത്തോളം ഓടിയ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൽ ഫസ്റ്റ് സർവീസിൽ ഞാൻ ഓൾറെഡി ഷോറൂമായിട്ട് സംസാരിച്ചു. മഞ്ചേരിയുള്ള ഷോറൂമുണ്ട്, നമ്മളെ സിജോ ബ്രോ ഉണ്ട്, ആളെ ഇൻചാർജ്. പുള്ളിയായിട്ട് സംസാരിച്ച സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള സർവീസ് അഷ്വറൻസ് തന്നിട്ടുണ്ട്. കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കംപ്ലൈൻറ്റ് ഇല്ലാത്ത, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ് ഇല്ലാത്ത ഒരു മനുഷ്യരോ കംപ്ലൈൻറ്റ് ഇല്ലാത്ത സാധനങ്ങളോ ഒന്നും ഈ ലോകത്തില്ല. പക്ഷേ അതിന് ടൈംലി നമുക്കൊരു സപ്പോർട്ട് കിട്ടുക, ഈ സിറ്റുവേഷനാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് അത് ഇഗ്നോർ ചെയ്യുക, നമ്മളിട്ട് പറ്റിക്കുക. ഇപ്പം തന്നെ എനിക്കൊരു ഇഷ്യൂ നടക്കുന്നുണ്ട്, കിയ കാറിൻ്റെ ഇഷ്യൂ. ഞാനത് ഓൾറെഡി എല്ലാ വീഡിയോയും കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പുറത്ത് വിടണ്ടെന്ന് വെച്ചാൽ, കാരണം വെച്ചാൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ആൾക്കാർ റിലേഷൻഷിപ്പ് മാനേജർ ആണെങ്കിലും സെയിൽസിൻ്റെ വ്യക്തിയാണെങ്കിലും അയാൾ നല്ല രീതിയിൽ നമുക്കൊരു സപ്പോർട്ട് തന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോയും കാര്യങ്ങളും ആക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ റെക്കോർഡ്സും എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കമ്മിങ് ബാക്ക് ടു ദി ഹിമാലയൻ്റെ ഇഷ്യൂ.
ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് ഒന്നോ രണ്ടോ ചെറിയ വിഷയം കേട്ടോ. ഒന്ന്, എല്ലാവരും റിപ്പോർട്ട് ചെയ്ത സംഭവം ഹിമാലയൻ 450ക്ക് എൻ്റെ വണ്ടിക്ക് എനിക്ക് ഫീൽ ചെയ്തു, എൻ്റെ വണ്ടിക്ക് എനിക്ക് ഫീൽ ചെയ്തത് റൈറ്റ് സൈഡിലേക്ക് പുള്ളുണ്ട്. നമ്മൾ രണ്ട് ഹാൻഡ്, അപ്പോൾ ഹാൻഡിൽ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. പണ്ടൊക്കെ ഫോർക്ക് ബെൻഡായി കഴിഞ്ഞാൽ നമ്മൾ സൈഡിലേക്ക് വണ്ടി പോകുമല്ലോ, ആ ഒരു ഇഷ്യൂ ഇതിനില്ല കേട്ടോ. അതല്ല പ്രോബ്ലം. നമുക്ക് കൈക്കൊന്നും സ്ട്രെയിന് വരില്ല നമ്മൾ ഓടിക്കുന്ന സമയത്ത്. ഞാൻ എൻ്റെ ഇത് പറയാം കേട്ടോ, ഓടിക്കുന്ന സമയത്തൊന്നും എനിക്ക് യാതൊരു വിധ ഫീലും വരുന്നില്ല. പക്ഷേ നമ്മൾ എന്ത് സംഭവിക്കുന്നു, നമ്മൾ കൈ വിടുന്ന സമയത്ത്, കൈ വിട്ടിട്ട് ഒരിക്കലും വണ്ടി ആൾ ഓടിക്കില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ഇഷ്യൂ നിൽക്കാനും പാടില്ലല്ലോ. നമ്മൾ കൈ വിടുന്ന സമയത്ത് വണ്ടി റൈറ്റ് സൈഡിലേക്ക് പുള്ളി ചെയ്യുക, ഗ്രാജുവലി അത് പുള്ളി ചെയ്തു, ഗ്രാജുവലി അല്ല അത്യാവശ്യം നല്ല രീതിയിൽ അത് പുള്ളി ചെയ്ത് പോകും. ഞാൻ ബന്ദിപ്പൂർ മറ്റേ അന്ന് ഇവിടെ പോയ സമയത്തേ എന്താ പറയുക, ഈ കഴിഞ്ഞ ഡ്രൈവ് എടുത്തില്ലേ, നമ്മളെ മസനഗുഡി ട്രിപ്പ് പോയ സമയത്ത്, ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്തിട്ട് നോക്കട്ടെ, തിരഞ്ഞു കിട്ടണമെങ്കിൽ ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയ ഇഷ്യൂ അല്ല, അത് മേജർ ഇഷ്യൂ തന്നെയാണ്. കാരണം നമുക്ക് എന്താ വെച്ചാൽ കൈ എടുക്കാൻ പറ്റില്ല, അത്ര മാത്രമേ ഉള്ളൂ. കൈ ഹാൻഡിലിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഇല്ല, അത് നമ്മൾ അമർത്തി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ തന്നെ വണ്ടി റൈറ്റ് സൈഡ്, കയ്യിലെടുക്കുന്നതോട് കൂടി വണ്ടി റൈറ്റ് സൈഡിലേക്ക് പുള്ളി ചെയ്ത് പോകും. ആ സോർട്ട് ഔട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും മാനുഫാക്ചറിങ് ഇഷ്യൂസ് ആവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ നമുക്കുണ്ട്, അത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് തരാണ്ട്. ഒന്നത്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗട്ടറിൽ ചാടുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള ടെറൈനിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ചെറിയൊരു ശബ്ദം, കിടിക്ക് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു എന്താ പറയുക, ഒരു മെറ്റൽ പാർട്ടിൻ്റെ ഒരു ചെറിയൊരു സൗണ്ട്. അപ്പോൾ അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല, നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നമ്മൾ പുതിയ വണ്ടിയൊക്കെ വാങ്ങുന്ന സമയത്ത് എനിക്കങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നിട്ടോ. അപ്പോൾ നമ്മൾ അത് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു സുഖം തോന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട്. ഈ രണ്ട് ഇഷ്യൂ ഉള്ളൂ. പിന്നെ മൂന്നാമെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ രാവിലെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, കുറച്ച് ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടാവുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ ഇഷ്യൂയും കൂടി കണ്ടു. അപ്പോൾ ഇതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നും എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഈ ഹിമാലയൻ 450 റൈഡ് ചെയ്യുന്ന ആർക്കെങ്കിലും ഈ സെയിം ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടെ, നിങ്ങൾക്ക് എന്ത് സൊല്യൂഷനാണ് കിട്ടിയതുള്ളത്. പിന്നെ എന്തായാലും ഇത് 500 സർവീസിന് പോകുന്ന സമയത്ത് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യും, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, അതൊരു സോർട്ട് ഔട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജോയ്സ്റ്റിക്കിൻ്റെ ഇഷ്യൂ ഒരുപാട് പേര് പറഞ്ഞു, പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അതിൻ്റെ കൺസോൾ സീരിയസ്ലി മക്കളെ, ഹിമാലയൻ 450 എല്ലാവരും ശ്രദ്ധിക്കുന്ന സംഗതിയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ കൺസോൾ, ഈ പറഞ്ഞ ജോയ്സ്റ്റിക് ഇഷ്യൂ. ഞാനാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേറെ സംഭവം എന്താ, അതന്നെ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇഷ്യൂ ഉള്ളൂ. പിന്നെ ഞാൻ ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മീറ്ററിൻ്റെ കാര്യം. ഞാനത് മൊബൈൽ ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കിയെന്നല്ലാണ്ട് അതും ഇരിക്കാനുള്ളൊരു സമയം നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ ഈ ഫ്രണ്ടിൽ പോകുന്ന ഈ കാറിൻ്റെ സിറ്റുവേഷൻ നോക്കിക്കോട്ടോ. ഞാൻ എപ്പോഴും ഈ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ശ്രദ്ധിച്ചാൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് ഓവർടേക്ക് ചെയ്ത്. ഇവിടെ ആകെ ഒരു ഒറ്റ ലൈനേ ഉള്ളൂ. എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യുന്ന ഒരു താല്പര്യമില്ല, റൈറ്റ് സൈഡിൽ ഓവർടേക്ക് ചെയ്യാൻ ഇഷ്ടം. പക്ഷേ എന്താ സംഭവിച്ചാൽ ഈ കണ്ട ആൾക്കാർ, എസ്പെഷ്യലി ഈ മുന്നിൽ പോകുന്നവൻ, കുറേ നേരമായിട്ട് ഞാൻ അവിടുന്ന് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഇവൻ രണ്ട് തോണിയിലും കൂടെ കാലിടുക എന്ന് പറഞ്ഞവർ കണ്ടില്ലേ, ഒരു ടയർ ഫുള്ള് അപ്പുറത്തെ ലൈനിൽ, അതായത് അവിടെ നിന്നുള്ള ഇൻകമിങ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ട്രാഫിക്കിൻ്റെ പോലെ ആ കണക്കാക്കിയിട്ട് അവൻ പോകുന്നത്. ഇവൻ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് റൈറ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ ഇല്ല, ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ലെഫ്റ്റ് കൂടി ഓവർടേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത്. ഇപ്പോഴാണ് ഈ ചങ്ങാതി ഒന്ന് ഇങ്ങോട്ട് മാറിയത്. ഇതാ പിന്നെയും വരുന്നുണ്ട് ഇങ്ങോട്ട്. അവൻ എന്താണ് സംഗതി മനസ്സിലാവണില്ല. ആ പോയ 3 വണ്ടികളും അതെ, അതിൽ കണ്ടിട്ടുള്ള ടിയാഗോ ആണെന്നുണ്ടെങ്കിലും ഈ പോയ 3 വണ്ടികളും അതെ, എസ്പെഷ്യലി ഈ ചങ്ങാതി കംപ്ലീറ്റ് റൈറ്റ് സൈഡ്. അപ്പോൾ നമുക്ക് വെച്ചാൽ റൈറ്റ് സൈഡ് കൂടി ഓവർടേക്ക് ചെയ്യാനുള്ള സിറ്റുവേഷനില്ല, നേരെ ലെഫ്റ്റ് കൂടി പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പോൾ നമ്മളെ പിന്നെ മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസ് ജംഗ്ഷനിൽ എത്തിയിട്ടോ. നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. മലപ്പുറത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കുറച്ച് ട്രാഫിക് ഉണ്ട് ഇവിടെ. സാധാരണ കണ്ടീഷൻ നോർമലി ഇവിടെ ട്രാഫിക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് എന്തോ ഒരു പ്രശ്നമുണ്ട് തോന്നുന്നുണ്ട്. പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. എന്താ ഇഷ്യൂ എന്ന് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു കാർ അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അതാണ് ഇവരൊക്കെ. ഇനിയിപ്പോൾ എനിക്ക് പോകേണ്ടത് സ്ട്രെയിറ്റ് ആണ്, പക്ഷെ ഞാൻ ഇനി ലെഫ്റ്റ് പോയി അവിടെ ചെന്ന് യൂ ടേൺ എടുത്ത് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിവിടെ യൂ ടേൺ എടുക്കാൻ പോവുകയാണ്. ഞാൻ ഈ യൂ ടേൺ എടുക്കാതെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കാല് കുത്തിയിട്ടില്ല, കാല് കുത്തുന്നില്ല. കാല് കുത്താതെ എന്താ സ്ഥിതി നോക്കുക. കാരണം വെച്ചാൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാനില്ല, കുഴപ്പമില്ല, ഒപ്പിച്ചു ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്നു. എന്നോട് പറഞ്ഞ പലവരൊക്കെ പറഞ്ഞാൽ, നീ ഹോണ്ടയിൽ നിന്ന് മാറുമ്പോൾ നീ ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിനക്കത്, പ്രത്യേകിച്ച് നമ്മൾ വലിയ ഹൈറ്റില്ലാത്ത ആളായതുകൊണ്ട് നിനക്ക് എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കാല് കുത്തേണ്ടി വരും, കാല് കുത്തിയാൽ പോയി ചെരിഞ്ഞാൽ പോയി എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായില്ല. ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്കാണ്.
ചളി കൂടി എടുക്കാൻ വയ്യ. എനിക്ക് ഭയങ്കര ടെൻഷൻ. നമ്മൾ വണ്ടിയുമ്പോൾ ചളിയോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് ഈ ഫ്രണ്ടിൽ നിന്ന് വണ്ടി മാറുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എടുക്കാമെന്നുണ്ട്. ആ വലിയ ചളി ഒഴിവാക്കിയിട്ട് ഇതിലാണ്ട് എടുത്തു. പിന്നെ ഇപ്പോൾ സാധാരണ കണ്ടീഷൻ മറ്റേ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കും. പക്ഷേ ഈ വണ്ടിക്ക് പിന്നെയും ഞാൻ ഹിമാലയനെ പൊക്കിയടിച്ച് പറയുന്നത് വിചാരിക്കണ്ട കേട്ടോ. അല്ല, അതിൻ്റെ സസ്പെൻഷൻ അടിപൊളിയാണ്. അവിടെയൊക്കെ വലിയൊരു കുഴി പോലെയാണ്. ആ കുഴിയൊന്നൊരു വിഷയമല്ല. കാല് കുത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ വീണ്ടും എടുത്ത് പറയാൻ കാരണം വെച്ചാൽ എന്നോട് വീണ്ടും ഞാൻ പറയുന്നത് കുറച്ച് മുന്നേ പറഞ്ഞേ ഉള്ളൂ. ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഇത് കാല് കുത്തേണ്ടി വരും, പിന്നെ സിറ്റി കൂടി ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനത്തെ യാതൊരുവിധ ഇഷ്യൂസും വണ്ടിക്കില്ല കേട്ടോ. കഴിച്ച അങ്ങനെ നമ്മൾ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇവനവിടെ പൊരി വെയിലത്ത് നിർത്തി പോകാൻ ഒരു സമാധാനമില്ല. അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചു വന്നു. വണ്ടി മൂടിയിടാത്തൊരു കളി നമുക്കില്ല. ഞാനത് പഴയ വണ്ടിയുടെ ഒരു കവറാണ് കേട്ടോ. ആദ്യം 200 രൂപയ്ക്കാണ് വാങ്ങിച്ചു. ഇപ്പോൾ അതിന് ഏകദേശം 300 രൂപ ആയിട്ടുണ്ട്. ഞാൻ ഇത് പണ്ട് എൻ്റെ പഴയ ബുള്ളറ്റിനും ഹോണ്ടയ്ക്കൊക്കെ കവർ ചെയ്തിരുന്ന കവറാണ്. ഹിമാലയത്തിലൊക്കെ പോയി മഞ്ഞും വെയിലും മഴയൊക്കെ കൊള്ളാൻ വേണ്ടി റോയൽ എൻഫീൽഡ് ഉണ്ടാക്കിയ വണ്ടിയാണ്. നമ്മളിതിനെ നോക്കുന്നത് പൊന്നു പോലെയാണ് കേട്ടോ. മറ്റേ റോഡ് വീലറിൻ്റെ കേസ് പറഞ്ഞ മാതിരിയാണ്. ഗൾഫ് കൺട്രീസിൽ റോഡ് വീലർ ഭയങ്കര ഭീകരനാണ്. മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ പാപ്പം തിന്നാൻ കൈയൊട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടല്ലോ, ആ കണ്ടീഷൻ പോലെയാണ്. നമ്മളിതിനെ മഴയും വെയിലും ഒന്നും കൊള്ളിക്കാതെ പൊന്നു പോലെ നോക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.